ഹലോ കൂട്ടുകാരെ, നമ്മുടെ മുടി സൂപ്പറായിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് എങ്ങനെ സ്ട്രെയിറ്റ് ആക്കാമെന്ന് ഞാൻ കാണിച്ചു തരാവേ. നമ്മൾ പാർലറിൽ പോകാതെ തന്നെ നമ്മുടെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ സൂപ്പർ ഐറ്റമാണിത് കേട്ടോ. ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാവേ. പാർലറിൽ പോയാൽ നിറയെ പൈസയാകും. ഇത് നമ്മൾ വീട്ടിലിരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആഴ്ചയിൽ 1-2 പ്രാവശ്യം ചെയ്താൽ മതി. ആ മുടി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിട്ടും. പാർലറിൽ പോയി ചെയ്ത അതേ എഫക്റ്റ് നമുക്ക് വീട്ടിലും കിട്ടും. അതിന് ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു 10 വെണ്ടയ്ക്ക എടുത്ത് നല്ലപോലെ കഴുകി ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിൽ നല്ലപോലെ തിളപ്പിച്ച് നല്ലപോലെ വെന്ത് ഉടയും അത്. അതിന് ശേഷം നമ്മൾ ഇറക്കി വെച്ച് ഒരു അരപ്പ് വെച്ച് അരിക്കണം. അരച്ച് കഴിയുമ്പോൾ ബാക്കി വരുന്ന വെണ്ടയ്ക്ക കളയണ്ട. വെണ്ടയ്ക്ക എടുത്ത് നല്ലപോലെ ആറി കഴിയുമ്പോൾ ഒരു മിക്സിയിലിട്ട് അരച്ച് നമുക്ക് ഫേസിലിടാം. ഫേസിലുള്ള റിങ്കിൾസ് എല്ലാം മാറും. 2-3 സ്പൂൺ കോൺഫ്ലവർ എടുത്ത് പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് വേണം അതിൻ്റെ അകത്തോട്ട് ഒഴിക്കാനുണ്ട്. അല്ലെങ്കിൽ ഇത് പൗഡർ ഇട്ട് കഴിഞ്ഞ് നമ്മൾ വെള്ളം കോരി ഒഴിച്ചെന്നാൽ അത് കട്ട പിടിക്കും. അതുകൊണ്ട് കലക്കി ഒഴിച്ച് നല്ലപോലെ മിക്സാക്കി നല്ലപോലെ അരിച്ചെടുക്കണം. ഞാൻ അരിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ അകത്ത് കട്ട കിടന്ന് നമ്മുടെ മുടിയെ ഒട്ടിപ്പിടിച്ചത് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, മുടി പൊട്ടിപ്പോകും. ഇത് രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യണം. സ്പൂൺ വെച്ച് ഇളക്കിയിട്ട് നല്ലപോലെ മിക്സ് ആകാത്തതുകൊണ്ട് ഞാനൊരു പാത്രത്തിലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചാണ് മിക്സ് ആക്കിയത് കേട്ടോ. മിക്സ് ചെയ്ത് കഴിഞ്ഞ് നല്ലപോലെ തണുക്കണം. തണുത്ത് കഴിഞ്ഞ് വേണം നമുക്ക് തലയിലോട്ട് തേക്കാനും. ഇതിൻ്റെ കൂടെ ഇനി ഇതും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് ആറണം കേട്ടോ. ആറി കഴിഞ്ഞ് വേണം തലയിലോട്ട് തേക്കാനും. ചൂടോടെ എടുത്ത് തേക്കരുത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ട് വെളിച്ചെണ്ണ അല്ലേ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് 2-3 തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലമുടി നല്ല വൃത്തിയായിട്ട് ചീകണം. ചീകിയതിന് ശേഷം ഓരോ പാർട്ടീഷനായിട്ട് എടുത്ത് നമുക്ക് തലയിലെ വേര് തൊട്ട് ഇത് അറ്റം വരെ നല്ലപോലെ നമുക്ക് തേച്ച് പിടിപ്പിക്കണം. തേച്ച് പിടിപ്പിച്ച് കഴിയുമ്പോൾ അത് നല്ല സ്ട്രെയിറ്റായിട്ട് തന്നെ കിടക്കും. ഇത് തുടക്കത്തിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ചെയ്യണം. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുടി നല്ല സ്ട്രെയിറ്റ് ആകും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കണ്ടോ, ഇതാണ് എൻ്റെ മുടിയുടെ ഇപ്പോഴത്തെ സ്ട്രെച്ചർ. ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക് യു.